തമ്പിച്ചേനോ വരൂ. DSP അല്ലേ ഇവിടെ? ഡാഡി ഇപ്പൊ വരും. അച്ചായനിരിക്കെ. തമ്പിച്ചായന്റെ കല്യാണക്കുറിയാ. രേണു ഇരിക്കെ. 3-4 ദിവസം മുമ്പ് ഞാൻ രേണുവിന്റെ ഡാഡിയെ കണ്ടപ്പോ ഡാഡി പറഞ്ഞു, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറുകയാണെന്ന്. നീ രാജുവിനെ എപ്പോഴും മറന്നിട്ടില്ലല്ലേ? സീരിയസ്, രാജു is dead. It's a reality. You have to accept that fact. Good evening, sir. Oh, good evening. IG inspection. അതാ ലേറ്റ് ആയത്. കല്യാണക്കുറി വെരി ഗുഡ്. മോളെ, തമ്പിച്ചൽ ചായ കൊടുത്തില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. MV Philip, son of late Mrs. and Mr. E.P. Manavalan, wed Sicily, daughter of E.K. Kuriakos, Tumbail, Vellimattam, will be solemnized at St. Mary's Church, Trivandrum. ready. ഒന്ന് മാറി മധുരം കേക്ക്. ഓ, ഇനിയിപ്പോ ഇതുകൊണ്ടല്ലേ? വിളിച്ചോ. നിങ്ങളെ ചോദിച്ചോ. എന്റെ അപ്പച്ചനും അമ്മച്ചിയും. ഇതെന്റെ അനുജൻ രാജു മണവാണ്. രാജുമോൻ എന്നാ ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത്. ഒരു ആക്സിഡന്റ് മരിച്ചുപോയി 1 വർഷം മുമ്പ്. ഒരു ഒരു സ്മാൾ അടിയടോ, ഒരു ധൈര്യമൊക്കെ വരണ്ടേ? തമ്പി മണവാള, നീ ഇന്നു മുതൽ അർദ്ധനാരീശ്വരനായിരിക്കും. നിന്റെ വാമഭാഗം അലങ്കരിക്കുവാൻ സുന്ദരിയും സുശീലയുമായ സിസിലി ഈ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കും. നീ ഭക്ഷിച്ചില്ലെങ്കിലും അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. നിനക്ക് നല്ല വസ്ത്രങ്ങളില്ലെങ്കിലും അവൾക്ക് നല്ല വസ്ത്രം നൽകുക. നിന്നെ പോലെ തന്നെ നീ അവളെയും സ്നേഹിക്കുക. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. ആമീൻ. എന്റെ ലേറ്റസ്റ്റ് ഫിലിമിന്റെ ഡയലോഗാണ്. എങ്ങനുണ്ട്? ഓ, ബൈബിളാണോ കഥ? ഇത് എനിക്ക്, ഇത് കുറുപ്പ സാർ. സാറേ സാറേ അടി സാറേ. ഇന്നത്തെ ദിവസം തൊഴിലാളി മുതലാളി ഇല്ല. അങ്ങോട്ട് കഴിക്ക് സാറേ. സാറേ സാറേ, പുതിയ കൊലക്കേസ് വല്ലതും കയ്യിലുണ്ടോ മലയാള സിനിമയ്ക്ക് പറ്റിയത്? CBI-കാരോട് അന്വേഷിക്കുക. കൊള്ളാവുന്ന കേസൊക്കെ അവരുടെ കയ്യില. ഞങ്ങളുടെ കയ്യിൽ വെറും തടവ് കേസേ ഉള്ളൂ. എന്നാ ഞാൻ വെറും തടവിനെ കുറിച്ച് ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഇപ്പൊ വേണ്ട, ഇതൊക്കെ ഒന്ന് തീരട്ടെ. ഇങ്ങ തന്നെ നോക്കട്ടെ. നിക്ക്.
ഒരു മോഷ്ടാവാണെന്ന് ആ, എനിക്ക് മണി 11 നീ പൊയ്ക്കോ. സാറല്ലേ കുറച്ചുകൂടെ കേട്ടത് It's already late. You please go. ചെല്ലടാ ആ പെണ്ണിരുന്ന് മുഴിഞ്ഞാണ്. ഞാൻ കള്ളനാണെന്ന് ഏത് പട്ടിയടാ പറഞ്ഞത്? നീ പൊയ്ക്കോ, ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. എടാ കുറുപ്പേ, ഇവരെ അടുത്ത് ആ ജീപ്പിലോട്ട് ഇട്. അതേമാതിരി കൂടെ മലയാളത്തിൽ വരട്ടെ സംശയ. ഓ ഇതും പ്രസന്റ് ആണോ? ഏതായാലും ഇരിക്കട്ടെ. സിസിൽ ഇരിക്കൂ, ഇരിക്കൂ. നാല് പ്രാവശ്യം ഞാൻ പെണ്ണ് കാണാൻ പോയി. അഞ്ചാമത്തെ പെൺകുട്ടിയാണ് സിസിലി. കണ്ട പെൺകുട്ടികളെ ഒന്നും എനിക്കിഷ്ടപ്പെടാനിട്ടല്ല. എന്റെ അനിയൻ രാജുമോൻ അവരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചതാ. സിസിലി അവൻ കണ്ടിരുന്നെങ്കിൽ അവനും ഇഷ്ടപ്പെടുമായിരുന്നു. വെളുത്ത് ഒതുങ്ങിയ ശരീരവും ഒത്ത പൊക്കവുമുള്ളൊരു സുന്ദരി ആയിരിക്കണം എന്റെ മണവാട്ടി. അതായിരുന്നു രാജുവിന്റെ കൺസെപ്റ്റ്. യു പെർഫെക്റ്റ്ലി മാച്ച് ഇറ്റ്. പിന്നെ സ്വഭാവം, അതിലൊക്കെ ഇത്തിരി പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയുന്നതാണ് എനിക്കിഷ്ടം. സംശയം, അസൂയ, കുശുമ്പ്, പെറ്റി ഈഗോസ്, ഈ ശത്രുക്കൾക്കൊന്നും എന്റെ മനസ്സിൽ സ്ഥാനമില്ല. സിസിലിയുടെ മനസ്സിന് സ്ഥാനം ഉണ്ടാവില്ലെന്നറിയാം. ജൂലൈ മാസം 10 വെള്ളിയാഴ്ച രാത്രി 11:30 ഭാര്യയായ സിസിലിയും ഭർത്താവായ ഫിലിപ്പോസ് മണവാളനും എല്ലാ ദേവന്മാരെയും ദേവിമാരെയും പഞ്ചഭൂതങ്ങളെയും സാക്ഷി നിർത്തി അവരുടെ ശോഭനമായ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ഈ മുഹൂർത്തത്തിൽ സർവേശ്വരനായ പിതാവിന് ഞാനെന്റെ നന്ദി രേഖപ്പെടുന്നു. ക്ഷമിക്കണം, പ്രത്യേകിച്ചും ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്തതിന്. നിങ്ങൾ ആരാ? അക്ബർ. അക്ബർ ഇസ് മൈ നെയിം. മസ്കറ്റിലായിരുന്നു, ഇന്നലെ വന്നുള്ളൂ. ഈ നേരത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താ കാര്യം? രാജുവിനെ കാണാനാ വന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹി ഈസ് നോ മോർ. ഐ എക്സ്റ്റെൻഡ് മൈ ഡീപ് കണ്ടോളൻസ്. പക്ഷെ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് കിട്ടുവാനുള്ള കാശ് ഉപേക്ഷിക്കാൻ പറ്റുമോ? രാജു എനിക്ക് 1.5 ലക്ഷം രൂപ തരാനുണ്ട്. 1.5 ലക്ഷം രൂപയോ? ഡോക്യുമെന്റ്സ് ഉണ്ട് എന്റെ പക്കൽ. സേ സോറി, എനിക്കിപ്പോ കാണാൻ സമയമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ ഓഫീസിൽ വന്നാൽ മതി, അവിടെ വെച്ച് സംസാരിക്കാം. നീ ഇരിക്കും, അവൻ വിളമ്പിക്കോളൂ. വേണ്ട, ഞാൻ കഴിച്ചോളാം. എന്താ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഉം. തമ്പിച്ചായന്റെ ബാങ്ക് ബ്ലേഡ് കമ്പനിയാണോ? പ്രൈവറ്റ് ബാങ്കിനെയൊക്കെ ആളുകൾ ബ്ലേഡ് കമ്പനി എന്നാ വിളിക്കാറ്. പക്ഷെ നമ്മുടെ ബാങ്കിന്റെ ഇടപാടിൽ ബ്ലേഡ് ഒന്നുമില്ല. ഒരുപാട് ഇൻട്രസ്റ്റ് വാങ്ങുമില്ല, കൊടുക്കുമില്ല. എന്താ നീ ചോദിച്ചത്? എനിക്ക് ബ്ലേഡ് കമ്പനിയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. 45 വർഷത്തെ ബിസിനസ് പാരമ്പര്യമാണ് നമ്മുടെ കമ്പനിക്ക്.
ഇതുവരെ ഒരാളുടെയും ശാപം അറിഞ്ഞുകൊണ്ട് തലയിൽ വാങ്ങി വെച്ചിട്ടില്ല. ബിസിനസ് മര്യാദക്ക് നടക്കുന്നതുകൊണ്ട് വരവും ചെലവും ഒത്തുപോകുന്നു. ഞാനൊരു ആവറേജ് മാനാണ്. വലിയ പണക്കാരന്റെ കറുത്ത ചങ്ക എനിക്കില്ല. ഇനി എന്താ സുസിക്ക് അറിയേണ്ടത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ശരി. ഇത് രാജു ഉപയോഗിച്ചിരുന്ന ബൈക്കാ. ഇവിടുന്ന് ഓഫീസ് വരെ ചിഹ്നനായ എന്റെ മുതലാളി അല്ലടാ. അയ്യോ അങ്ങനൊന്നുമല്ലേ. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിക്കാം കേട്ടോ. ആ. Rangers in overcoats, hurry on home. May I come in, sir? ₹1.5 ലക്ഷം പ്രോനോട്ടാണ്. പലപ്പോഴായി രാജു എന്റെ അടുത്ത് നിന്നും വാങ്ങിയത്. അവസാനം എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പ്രോനോട്ടാക്കി. എനിക്ക് അധികം പലിശ ഒന്നും വേണ്ട, ബാങ്ക് ഇൻട്രസ്റ്റ് മതി. ഇത് രാജു തന്നെ ഒപ്പിട്ട് തന്ന ഡോക്യുമെന്റ് ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലായില്ല. സപ്പോസ് ഇത് ഫേക്ക് ആണെങ്കിൽ, താൻ തന്നെ ഒപ്പിട്ടതാണെങ്കിലോ? അതിലിട്ടിരിക്കുന്ന സിഗ്നേച്ചർ രാജുവിന്റേതാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. മറിച്ച് രാജുവിന്റേതല്ലെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നിങ്ങളെ പ്രൂവ് ചെയ്യൂ. ഞാനിത് വിശ്വസിക്കില്ല. ഒന്നാമത് രാജുവിന് ഇത്രയും വലിയ എമൗണ്ടിന്റെ ആവശ്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അവൻ വാങ്ങിയിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു. അവൻ മരിച്ചിട്ടിപ്പോൾ 1 വർഷം തികയാൻ പോകുന്നു. കള്ള ഡോക്യുമെന്റ് കെട്ടിച്ചമച്ച് ആളെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ്. സാറെന്തിനാ ക്ഷോഭിക്കുന്നത്? ഈ ഡോക്യുമെന്റ് അസലോ നക്കലോ എന്ന് ഞാൻ പ്രൂവ് ചെയ്തോളാം. 1.5 ലക്ഷം സാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളിത്തുലി പോലല്ലേ ഉള്ളൂ. നല്ല കോളടിച്ചിരിക്കല്ലേ. രാജു മരിച്ചാൽ എന്ത്? അവന്റെ സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? Get out, you bastard. പോടാ, നീ പോയി കേസ് കൊടുടാ. നീ കാശ് വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. കാശ് ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും എനിക്കറിയാം. എടോ കുറുപ്പേ, കുറുപ്പേ, ആരോടാ അയാള്? താൻ കണ്ടിട്ടുണ്ടോ? രാജു ഇവിടെ ഉള്ളപ്പോ എപ്പോഴെങ്കിലും അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സാർ, ഞാൻ ഓർക്കുന്നില്ല. ഹലോ, ആ പ്രോനോട്ട് എവിടെ? ഫോട്ടോ സ്റ്റാറ്റ് ആയിരുന്നു, അത് അയാൾ കൊണ്ടുപോയി. നീ ഇത് വായിച്ചോ? മുഴുവൻ വായിച്ചില്ല. ഇനി രാജു വാങ്ങിയെന്നത് സത്യമാണെങ്കിൽ? ഇല്ലെന്നേ. ഇത്രയും രൂപയുടെ ഞാൻ അറിയാത്ത ആവശ്യം അവൻ എന്താ ഉള്ളത്? അതെനിക്കറിയില്ല. ഒരാൾ ഇത്ര സ്റ്റേണായിട്ട് പറയുമ്പോ ഏതായാലും അയാൾ നോട്ടീസ് അയക്കുമല്ലോ, അപ്പൊ നോക്കാം. എന്താ യു സീം ടു ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഐ എം ടെറിബിളി ഡിസ്റ്റർബ്ഡ്.
ഇന്നലെ രാത്രി അയാളെ കണ്ടത് മുതൽ ഭയങ്കര ഇറിറ്റേഷൻ, ഒരു ദുശ്ശകനം പോലെ, എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. അത് പിന്നെ ഇന്നലത്തെ മൂഡിൽ അവൻ നിന്നെ ഒന്ന് വിളിച്ചോണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നാ ഫസ്റ്റ് നൈറ്റ്? പറയടൂ. ഓടാവും. പ്രസാദേ, ഹലോ അച്ഛാ. ആരാടാ ഈ ഒരു അക്ബർ? അക്ബർ? രാജുവിന് അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു? എന്റെ ഓർമ്മയില്ല അച്ഛാ. പിന്നെ യു നോ ഇറ്റ്. അവസാനമായപ്പോ ഞങ്ങൾ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് രാജുവിനുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വല്ലവരും. എന്താ അച്ഛാ പ്രോബ്ലം? ഒന്നുമില്ല, ഞാൻ പോട്ടെ. അച്ഛാ, ആ. 1 minute. വെഡിങ് കാസറ്റാ. ഓഹോ, താങ്ക് യു. എത്ര ഇതിന്റെ? അത് ഞാൻ വാങ്ങിച്ചോളാം. ശരി. രാവിലെ തമ്പിച്ചായം പോയതിനു ശേഷം ഞാൻ എല്ലാ മുറിയിലും കയറി ഇറങ്ങി. ഉം. അടച്ചിട്ടിരിക്കുന്ന മുറി രാജുവിന്റേതാണോ? അതെ. ഞാൻ പേടിച്ചു പോയി. മുറിക്കകത്ത് കയറിയപ്പോ ഇരുട്ട്, സ്വിച്ചിട്ടപ്പോ ഭയങ്കര ശബ്ദം, മിന്നിത്തിളങ്ങുന്ന ലൈറ്റ്സും. ഈ വീട്ടിൽ രാജുവിന്റെ പ്രസൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നീ കിടന്നോ.